അമ്മേ എന്താടി ഉണ്ട് വാ എനിക്ക് വിശക്കണ്. എടുക്കട്ടെ തരാ ഡാഡി വരട്ടെ. ഡാഡി ആ ഡാഡി വന്ന് കൊണ്ടട്ടെ വാ. അമ്മ എന്റെ പൊന്ന് കക്കിളിമോളെ നീ ഒന്ന് അടങ്ങടി ഒന്ന്. വിശക്കുന്നു. അമ്മ എടുത്താരോടെ പ്രശ്നമാണ്. എവിടെ പോകുന്നു? എന്തോ വലാരോ പുട്ട്. എന്നും പുട്ട് തന്നെ എനിക്ക് വേണ്ട. എന്ത് അല്ല ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പുട്ട്, ഞാൻ ഉപ്പുമാവും, ഇന്നും പുട്ട്, അതിന് 4 ദിവസം മുമ്പ് പിന്നെ ഗോതമ്പ് പുട്ട്, പുത്തരി പുട്ട്. ഈ പുട്ടല്ലാതെ നിനക്ക് വേറെ ഒന്നും ഉണ്ടാക്കാറില്ല? ഉപ്മാവ് ഉണ്ടാക്കണില്ലേ? ഉപ്മാവാണെങ്കിൽ പിന്നെ ഉപ്മാവിന്റെ പൊങ്കാലയാണ്. ഉപ്മാവ് തന്നെ എന്നും എനിക്ക് വേണ്ട. പിന്നെ പുട്ടല്ലാതെ അവക്ക് ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കണല്ലേ. അവൾ ആ പുട്ടാണെങ്കിൽ തിന്നോളും. ഓ വേറെ എല്ലാം ഉണ്ടാക്കിയാൽ തിന്നൂല. അവളുടെ ഇഷ്ടം നീ ഉണ്ടാക്കി കൊടുക്കുക അവളെ ഇഷ്ടത്തിന്. അപ്പൊ അതുകൊണ്ട് വേണ്ട താൻ തോന്നിയായിട്ട് വളർന്നു വരികയാണ്. ഒരു വക പറഞ്ഞാൽ കേൾക്കൂല. നാളെ വേറെ അല്ലേ ആലോചിക്കണം. ഒരു കുടുംബനാഥൻ രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങി ഈ കണ്ട വെയിലും കൊണ്ട് പൊടിയും കൊണ്ട് രാവിലത്തെ അധ്വാനവും കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു വകയും ഉണ്ടാക്കി വെക്കൂല. പുട്ടാണെങ്കിലേ പഴം വേണം. പഴമുണ്ടോ? പഴത്തിനേക്കാളും നല്ലതല്ലേ കറി? പഴത്തിനേക്കാളും നല്ലതല്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ പഴം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പഴം നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? തലേ ദിവസം പറയണം ഇന്ന് പുട്ടാണ് എന്ന് പറയണം. ഇത് പ്രത്യേകിച്ച് എന്താ പറയാനുള്ള? എല്ലാ ദിവസം പുട്ടുണ്ടാക്കണതല്ലേ? അല്ലെങ്കിൽ ഉപ്പുമാവ്? നിനക്ക് ആരെങ്കിലും പുട്ടിൽ കൈവശം തന്നിട്ടുണ്ടോ? അതോ ഇവിടുത്തെ മറ്റേ ഇഡലി കൂട്ടവും ദോശക്കല്ലും ഒക്കെ പിണങ്ങി കാശിക്കെല്ലാം പോയാ? കഷ്ടം തന്നെ കേട്ടോ. ക്ലീറ്റോ പഴയ ആൾക്കാർ പറയണ ക്ലീറ്റോ കേട്ടിട്ട് ഇല്ല, പഴമില്ലാതെ ഞാൻ കഴിക്കില്ല. ക്ലീറ്റോ പുട്ടിന് 8 ഗുണം മാറിയാൽ 6 ഗുണം എന്നാണ് ക്ലീറ്റോ കഴിക്കും. അയ്യോ അവിൽക്കാരെ കണ്ടുപിടുത്തമായിരിക്കും. എനിക്കിത് വേണ്ട, ഞാൻ ഇത് കഴിക്കില്ല. പഴം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാം. ആ ഹംസമാരുടെ കടയിൽ പോയി പഴം മേടിച്ചിട്ടുണ്ടോ? ഞാൻ കഴിക്കില്ലേ. കണ്ടാ പറയണ കേട്ടാ. തന്ത പറഞ്ഞപ്പോ വയ്യാന്ന് വളർത്തി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്ക്. ക്ലീറ്റ് ഇതൊരുമാതിരി അഹങ്കാരാണ് കേട്ടോ. ഇച്ചിരി അഹങ്കാരാണെന്ന് കൂട്ടിക്കോ. പഴം കിട്ടുമെങ്കിൽ ഞാൻ കഴിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഇതിപ്പോ പഴം മേടിക്കാൻ പൈസ എവിടെ ഇരിക്കുന്നു ക്ലീറ്റോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറെ നേരം ഞാൻ കേട്ടിരിക്കണു. ഓരോ മനുഷ്യ അതെ അതിനകത്തുള്ള നൂല് മേടിക്കാനുള്ള പൈസ എവിടെ വെച്ചവിടെ? പുട്ടിന്റെ കൂടെ നൂല് കൂട്ടി കഴിക്കാൻ പറ്റൂലല്ലോ. പുട്ടിന്റെ കൂടെ പഴം തന്നെ വേണം. ബാക്കി ഉണ്ടെങ്കിൽ നിനക്ക് നൂല് വാങ്ങാം കേട്ടാ. പഴം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി മുതൽ നിനക്ക് പുട്ടില്ല. എന്ത് പാവം, നിനക്ക് വേറെ ഒന്നും ഇറങ്ങൂലല്ലോ. അതന്നെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരമല്ലേ എനിക്ക് കഴിക്കാക്കുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ കടലക്കറി. വാസലിനെ കണ്ടില്ലല്ലോ. എനിക്കിത് തന്നെ വരണം, അല്ലാതെ ആരോട് പറയാം. ഒരു കാര്യം കഷ്ടമാണെന്ന്. അല്ല മുഖം കടത്തിൽ കുത്തിയിരിക്കുന്നു. കടന്നൽ കുത്തിയാലേ കുറച്ച് സമയത്തെ വേദന ആ ഒരു വിഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുറേ വർഷമായി ഈ ദിവസവും ഈ വിഷം എങ്ങനെ കുത്തി എൻ്റെ ശരീരത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. കാര്യം പറയടാ. അല്ല ഇപ്പം എനിക്ക് തോന്നുന്നത് അളിയനായിരുന്നു ശരിയെന്ന്. നിനക്ക് ഇപ്പോഴെങ്ങനെ തോന്നിയല്ലോ. നിന്റെ പെങ്ങളെ ഞാൻ അടിച്ചോണ്ട് പോയില്ലേ, അതിനുശേഷം ഇന്നേ വരെ നീ എൻ്റെ മുഖം ഇങ്ങനെ ചിരിച്ച് കണ്ടിട്ടുണ്ടാടേ? ഉണ്ടാ? വരാനുള്ളത് വഴി തങ്ങൂല. എന്തായാലും അവൻ രക്ഷപ്പെട്ടു. എടാ ഞാനല്ലെങ്കിൽ വേറെ തന്നെ മണ്ടയിൽ നീ എവിടെ വെച്ച് കെട്ടുമായിരുന്നല്ലോ. അവൻ രക്ഷപ്പെട്ടു. എന്നാലും അവൻ്റെ പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അത് തന്നെ ഒരു സമാധാനം. ഇന്ന് പലരും ഇവിടെയും പുട്ട് തന്നെ. മനസ്സിലായി? ഓ ആ മോളുടെ അല്ലേ ഇവിടുത്തെ അമ്മ. അങ്ങനെയൊക്കെ വരും. ആരോട് പറയാ. നാത്തൂനായിട്ട് വഴക്കിട്ടാണ് കാണിക്കേണ്ട സമയം കഴിഞ്ഞു. ശരി അമ്മ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേണേ വിളിച്ചാൽ. നല്ല ആളാ. പഴം മേടിക്കാൻ പോയിട്ട് ഇത്ര നേരം അവിടെ ഇരുന്നോ?
ക്ലീറ്റോ സാറേ ആ ആരാ? ഞാൻ മുഹമ്മദാണ്. എവിടുന്നാ? പാലക്കാട് നിന്ന് വരുന്നതാണ്. എന്താ കാര്യം? ഇത് ക്ലീറ്റോ സാറിന്റെ വീടല്ലേ? അതെ. ക്ലീറ്റോ സാറെ കാണാൻ വന്നതാണ്. എന്തിനാ? TK പാലസില് ഒരു ജോലി ശരിയാക്കി തരാറുണ്ട്, ഷെഫിന്റെ വേക്കൻസിയിൽ. പാലക്കാട് എന്നുള്ള ഒരു ബിബി എന്ന് പറഞ്ഞ നേതാവുമായിട്ട് കണക്ഷൻ ബന്ധപ്പെടുത്തി ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. ക്ലീറ്റോ ആയിട്ട് സംസാരിച്ചോ? ആ, ക്ലീറ്റോ ആയിട്ട് സംസാരിച്ചു. 10 ആകുമ്പോ പാങ്ങോട് എത്തിയിട്ട് വിളിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല. ആ, അത് ഫോണ് ഇവിടെ വെച്ച് മറന്നുപോയി ക്ലീറ്റോ. ശരിക്കും ഇവിടം വരെ അങ്ങ് പോയതാ. ആണോ? ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതാണോ? ആ, ഇന്ന് ജോലി ശരിയാക്കുക കിട്ടുകയാണെങ്കിൽ ഇന്ന് തിരിച്ചു പോകാൻ വേണ്ടിട്ടാ ഉദ്ദേശിച്ചിരുന്നത്. അതെല്ലേ. ഇപ്പൊ വരുമായിരിക്കും. എവിടെയാ നിക്കാൻ പറഞ്ഞത്? മിലിറ്ററി ക്യാമ്പിന്റെ അടുത്ത ഫ്രൂട്ട്സ് കടന്റെ അടുത്താ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ അവിടെ തന്നെ നിന്നോ. ക്ലീറ്റോ ഇപ്പൊ വരും. അപ്പൊ ഞാന് ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ ചേച്ചി, ശരി, താങ്ക് യു. കിടക്കുന്ന പഴം മേടിക്കാൻ ഹംസക്ക, ക്ലീറ്റോ വന്നായിരുന്നോ? ക്ലീറ്റോ വന്നിരുന്നല്ലോ, രാവിലെ ഇവിടെ വന്നിരുന്നല്ലോ. രാവിലെ വന്നിട്ട് എങ്ങോട്ടാ പോയത്? പഴം ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ നമ്മളിവിടെ പഴമില്ലല്ലോ, പഴം ചോദിച്ചിട്ട് അങ്ങോട്ടാ പോയിട്ടുണ്ടായിരുന്നു. എന്തേ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, പഴം ഉണ്ടോന്ന് ചോദിച്ചു. ഞാനിവിടെ പഴമില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് പഴം നോക്കിയിട്ട് അങ്ങോട്ട് പോയി. എന്ത് പറ്റി? പിന്നെ ഇങ്ങോട്ട് ഒന്നുമില്ല. രാവിലെ പഴം മേടിക്കാൻ വേണ്ടിട്ട് പുട്ടായിരുന്നേ. അപ്പൊ പുട്ടിന് പഴം വേണമെന്ന് പറഞ്ഞ ഒറ്റ വാശി. അതിന് വേണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അതന്നെ എവിടെയും പറഞ്ഞത്. പഴം നോക്കിയിട്ട് പോയി. പഴം വാങ്ങിച്ചിട്ട് വന്നില്ലേ? ഇല്ല. പിന്നെ ഇവിടെ പോയി. ആവോ, ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല. നിന്ന വേഷത്തിൽ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും പോരാറില്ല. ഫോൺ എടുക്കാതെ വന്നിട്ട് പഴം മേടിക്കാനാണ് പോയത്. ഇനി അപ്പുറത്ത് ഇനി എവിടെ ഏതെങ്കിലും കടയിൽ പഴം ഉണ്ടോ? ഇന്നിപ്പം ലോഡ് മഴയൊക്കെ ആയതുകൊണ്ട് ലോഡ് വന്നിട്ടുണ്ടാവോ എന്നൊരു ഡൗട്ടാണ്. ഇനിയിപ്പോ ഇവിടെ ഏതാ പഴം? എന്തായിരിക്കും വരാത്ത? അല്ലെങ്കിൽ ഇത്ര നേരമായിട്ടും ഇങ്ങനെ വരാതിരിക്കൂലല്ലോ ക്ലീറ്റോ. ഉച്ചയായി. പോണ വഴിക്ക് തന്നെയാണ് വണ്ടി അങ്ങനെ ഇടിച്ചിട്ട് ഇനി വല്ല അപകടവും പറ്റി കാണാൻ. അല്ല, വണ്ടി അല്ല ഞാൻ പറഞ്ഞു ചില പോണ ഇപ്പോൾ ഇതല്ലേ ലക്കില്ല കാനുമില്ലാതെ ഓടുന്ന ഓട്ടത്തിനിടയിലല്ല. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ചില ഇന്നത്തെ സമയത്തിന് വണ്ടി അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയാതിരിക്കൂലല്ലോ. അറിയാതിരിക്കില്ല. ഇപ്പോഴത്തെ കാലം വണ്ടി ഇപ്പോൾ തട്ടിമുടി ലക്കില്ല കാനില്ലാതെ ഒരു പോക്കല്ലേ. പിന്നെ മഴയും പെയ്തുകൊണ്ട് പിന്നെ പറയും വേണ്ട. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് നമ്മളെ അന്ന് 2 കടയുണ്ട്, പച്ചക്കറി ഇതൊക്കെ മാർക്കില്ല. അവിടെ ചിലപ്പോൾ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. മിക്കവാറും അവിടെ ഉണ്ടാവും. ടെൻഷൻ അടിക്കണ്ട. പിന്നെ അഥവാ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞോളൂ, ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഇവിടെ പോകാനാണ് ഇഷ്ടം. അൻസാർക്ക് ഇവിടെ വന്നപ്പോണ്ടായോ? തങ്ക ഇത് ഇവിടെ പോയിരുന്നു. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. ക്ലീറ്റോ എന്റെ തിന്മ പഴം മേടിക്കാൻ പോയതാ. വിളിച്ചൊന്നുമില്ലേ? പഴം മേടിക്കാനോ? ആ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലേ. 10:30 മണിക്ക് ഒരാളെ കൊണ്ട് പാർട്ടി ഓഫീസിൽ വരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തിയതാ. ഇപ്പൊ സമയം എത്രയായി? എന്നിട്ട് അവൻ പഴം മേടിക്കാൻ പോയേക്കുന്നു. കൊള്ളാം. അയ്യോ, ഇത് അങ്ങനെയല്ല. ഞാൻ നിങ്ങളൊന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്ത്? എന്റെ അൻസാറെ രാവിലെ പുട്ടിന് പഴം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വേണ്ട ബഹളം. എന്നിട്ട് ആ വാശിക്ക് ആ ഉടുപ്പ് തന്നെ ഇട്ടുകൊണ്ട് കടയിലോട്ട് പോയതാ പഴം മേടിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ലെന്നേ. പഴം മേടിക്കാൻ ഈ ഹംസക്കട കടയിലല്ലേ പോയോ? 5 മിനിറ്റ് പോലും വേണ്ടല്ലോ പോയിട്ട് വരാൻ. അതല്ലേ ഈ നേരം വരെ ഞാൻ നോക്കിയിരുന്നു. ഞാനിപ്പോ ഹംസക്കാരന്റെ കടയിൽ പോയിട്ട് തിരക്കിയിട്ട് വരും. അവിടെ എങ്ങും ആർക്കും അറിഞ്ഞൂടാ. പഴം മേടിക്കാൻ ചെന്നു അവിടെ പഴം ഉണ്ടായില്ല. ആ, ഇനിയിപ്പം പഴം മേടിക്കാൻ ക്ലീറ്റേഴ്സ് തമിഴ്നാട്ടിൽ പോയെന്ന് അറിയാൻ മേലെ. ക്ലീറ്റേഴ്സ് അല്ലേ ആള്? ഇല്ല, ദൂരേക്കൊന്നും ക്ലീറ്റോ പോവില്ല. ഒന്നാമത്തെ വെള്ളയും ഇടാതെ മുറ്റത്തോട്ട് ഇറങ്ങാത്ത മനുഷ്യനാ. എന്താ പറ്റിയെന്നുള്ളതാ. ഫോണും എടുത്തിട്ടില്ല. എങ്ങോട്ട് ഇവിടെ ചെന്നൊന്നും തിരക്കും. പാർട്ടി ഓഫീസിലൊന്നും വന്നില്ല അല്ലേ? ഇല്ല, പാർട്ടി ഓഫീസിൽ വന്നില്ല. ഞാൻ 2-2.5 മണിക്കൂർ അവിടെ കാത്തിരുന്നില്ല. അവൻ രാവിലെ വരാമെന്ന് പറഞ്ഞ. എനിക്കെന്തോ ഭയങ്കര ഒരു പേടിയാവുന്നു. തങ്ക വിഷമിക്കണ്ട, നമുക്ക് തിരക്കാം. നിൽക്കി ഞാൻ നടരാജനെ ഒന്ന് വിളിക്കട്ടെ. എവിടെ പോയാലും ഇങ്ങോട്ട് വരാതിരിക്കൂലല്ലോ ഇത്ര നേരം. ആ നടരാജ, എടാ നീ എവിടെയാ? എടാ നിന്റെ അടുത്ത് ക്ലീറ്റസ് ഉണ്ടോ?
അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് പെട്ടെന്ന് ആ ഹംസക്കട കട എടുത്തോട്ട് വാ, ഒരു അത്യാവശ്യം ഉണ്ടേ. ശരി ശരി. ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ലില്ല, അവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ആ തങ്കം വിഷമിക്കട്ടെ, ഞാൻ ഒന്ന് തിരക്കട്ടെ, ഞാൻ നടരാനോട് ഒന്ന് തിരക്കിട്ട് വരാം. കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വരാൻ പെട്ടെന്ന് പറ വിളിച്ചിട്ട് കേട്ടോ. വരാം. ഓക്കെ, ഒന്നും പേടിക്കണ്ട കേട്ടോ. അത്യാവശ്യം കാണുന്നു പറഞ്ഞത്. നടരാജ, നമ്മുടെ ക്ലീറ്റസിനെ കാണാനില്ലടാ. കാണാനില്ലേ? ആ, എവിടെ പോയി? എടേ അവൻ രാവിലെ പഴം മേടിക്കാൻ പോകുന്ന പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാ. ഞാൻ ആ കടയിൽ പോയി അന്വേഷിച്ചാ പോരെ പഴമേ. എടാ കടയിലൊക്കെ തങ്കം പോയി തിരക്കി, പിന്നെ അതുമല്ല ഫോൺ അവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണെന്ന്. എവിടെ പോയി കാണും ഇപ്പം? ഇനി ഒരു പക്ഷേ ഡൽഹിയിലായിട്ട് പോയിട്ടുണ്ടാവോ? ഡൽഹിയിലാ? ആ, ഇന്നലെ ഡൽഹിയിൽ പോകാൻ പറഞ്ഞത് എൻ്റെ 2000 രൂപ വാങ്ങിച്ചു. 2000 മേടിച്ചോ? ആ, പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അവൻ പുറത്ത് പോകുമ്പോൾ വെള്ളം ഇട്ടല്ലേ പോത്തുള്ളൂ. ഡൽഹിയിൽ പോയാൽ ഫോൺ എടുക്കാണ്ട് പോവോ? ഇതിപ്പോൾ എവിടെ പോയി തിരക്കും? ഈ ഒരു പക്ഷേ പൈസ കൊടുക്കുന്ന ആൾക്കാർ വല്ല മുറ്റിക്കൊണ്ട പോയിട്ടുണ്ടാവോ? ഏടെ 10,000-2,000 രൂപ കൊടുക്കാനുള്ള ആരെങ്കിലും എടുത്തോണ്ട് പോവോ? ആരെടുത്തോണ്ട് പോകാനാ? എടുത്തോണ്ട് പോയാൽ സുരേന്ദ്രൻ മോഹൻലാൽ എടുത്തോണ്ട് പോകണം. അയാൾ ആ ചേട്ടത്തരം ഒന്നും കാണിക്കത്തില്ല. പക്ഷെ എൻ്റെ സംശയം അതല്ല, ഇനി എവിടെ പോയതായിരിക്കും? നമ്മളറിയാണ്ട് വല്ല കൊട്ടേഷൻ ചെന്ന് ചാടിയോടെയാ പോയത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പം നല്ല മഴയല്ലേ, ഈ മഴയത്തൊക്കെ വല്ലയിടത്ത് ഒലിച്ചു പോയിട്ടുണ്ടാവുമോ? എന്തോടെ മഴയത്തൊന്നും ഒലിച്ചു പോകാൻ തോന്നുന്നു? ചെറിയ കുട്ടിയാണോ മഴയത്ത് ഒലിച്ചു പോകാൻ? നീ എന്തോന്ന് പറയാ? ഞാൻ വരുന്ന വഴിക്ക് അതിൻ്റെ സ്ലാബൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ആ ഓടയെങ്ങാനും വീടങ്ങ് ഒലിച്ചു പോയാലോ? നീ പറഞ്ഞത് ശരിയാണ്, ആൾക്കാർ എത്ര പേരില്ലേ? ആ, എടാ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കെങ്കിൽ അങ്ങോട്ടങ്ങോട്ട് പോയി തിരക്കാലോ, ആ ആറിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയി തിരക്കാലോ നമുക്ക്. അല്ല, ഓടയിൽ ഒലിച്ചു പോയി ആറിൽ പോകില്ല, കടലിലല്ലേ പോവുള്ളൂ. അപ്പം നമുക്ക് കടലിൽ പോവാം. ഓ, നിന്റെ ഒരു അവിഞ്ഞ ബുദ്ധി, നീ കരുനാക്കൊണ്ട് ഒന്നും പറയരുതേ. ഈ ബുദ്ധി നീ ജീവിതത്തിൽ പ്രയോഗിച്ചിരുന്നു, നീ എന്നെ രക്ഷപ്പെട്ടനെ. നീ വാ, നമുക്ക് പോയി നോക്കാം. ഓ, എന്തൊരു ബുദ്ധി. നമ്മുടെ ഒരു മാളിൽ മനസ്സിലാക്കിയല്ലോ. അതെ, ഒരു മാസം ശമ്പളം നമ്മളെല്ലാവരും കണ്ട് കൊടുക്കുക തന്നെ അല്ലേ? ആ, നമ്മളെ നാടിന് പിടിച്ചല്ലേ. ഞാനെന്തായാലും ഒരു മാസം കൊടുത്തിരുന്നു. ഇപ്പൊ കനക, എടാ ഒന്ന് നിന്നേടാ. എടാ, നിങ്ങളെ വന്ന വഴിക്ക് ക്ലീറ്റോനെ കാണുമോ? നിന്നെ വിളിക്കോ? എന്തെങ്കിലും ചെയ്തോ? ഇല്ല. എന്തൊരു എടാ, ക്ലീറ്റോനെ കാണണില്ല. കാണുന്നില്ലേ? എവിടെ പോയി? രാവിലെ പോയതാ. രാവിലെ എന്തെങ്കിലും ഓഫീസ് കാര്യത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോയിട്ടുണ്ട്? അല്ല, രാവിലെ നീ അപ്പൊ പോയതാ. രാവിലെ അവൻ എന്തോ പ്രവർത്തനം പോകുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അവിടെ കൂടിയത് രാവിലെ? മഴക്ക് പഴം വേണമെന്ന്. പഴം വേണമെന്നൊക്കെ പറഞ്ഞു വഴക്കൂടുന്ന പ്രായ ചങ്ങായിക്ക്. ആ, അപ്പൊ അത് ചെയ്യും. അതല്ലടാ, രാവിലെ കഴിക്കാൻ പുട്ടുണ്ടാക്കി ഞാൻ. അപ്പൊ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഴം വേണമെന്ന് പറഞ്ഞു. വേണ്ട ബഹളം, പഴം മേടിച്ചില്ലേ എന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി പോയത് എന്നോട് തല്ലും പിടിച്ച്. എന്നിട്ട് പിന്നെ വന്നില്ലേ? ബേജാറാവണ്ട, എവിടെ പോയാലും അങ്ങോട്ട് വരും. എന്ത്? വേറെ എവിടെയും പോയാൽ ജോലി എടുത്ത് ജീവിക്കണ്ടേ? എടി, അവൻ എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞില്ലേ, പഴം മേടിക്കാൻ പോയത്. പഴം മേടിക്കാൻ പോയി. നിനക്ക് ഹംസയുടെ കടയിൽ പോയി അന്വേഷിച്ചൂടെ? ഞാൻ അന്വേഷിച്ച് കനക. അപ്പൊ അവിടെ പഴത്തിന് ചെന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പഴം ഉണ്ടായില്ല. പിന്നെ എങ്ങോട്ടാ പോയെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ചിലപ്പോ ചെങ്ങന്നൂരെല്ലാം പോയിരുന്നു. വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കില്ല ആൾക്കാരെല്ലാം ഇപ്പൊ. പിന്നെ സ്വന്തം വീട് ക്ലീൻ ആക്കാത്തവനാ ചെങ്ങന്നൂർ പോയി ക്ലീൻ ആക്കാൻ. അതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അൻസാറും നടരാജനും പോവാതിരിക്കോ? അപ്പൊ അവരറിഞ്ഞില്ലേ? അവര് ക്ലീറ്റോനെ കണ്ടില്ല, അവിടെ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ അന്വേഷിച്ചു വന്നിട്ട്. എങ്കിൽ അവനൊന്ന് വിളിച്ചു നോക്ക്. ഫോൺ എടുക്കണ്ടേ? അതിന് ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത്, മറന്നുപോയി. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയോ? ഇടി, അങ്ങനെയാണെങ്കിൽ രാവിലെ കാണാതെ പോയെങ്കിൽ നീ എന്നെ വിളിച്ചൂടെ? ഞാൻ അന്വേഷിക്കില്ലായിരുന്നോ? നീ ജോലിക്ക് പോയിക്കണല്ലേ, വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇത്ര നേരം നിന്നതാ. എടാ, എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയാൽ നമ്മൾ അറിയാതിരിക്കോ? അങ്ങനെയൊന്നും വരില്ലടേ. അവൻ ഞാനിപ്പോ വരാം. ഞാൻ ഇതൊന്ന് മാറിട്ട് വരാം. ബേജാറാവണ്ട, അങ്ങോട്ട് വരൂ. പിന്നെ ഓ ആദ്യമായിട്ടല്ലേ പോണത്. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഇങ്ങനെ ഒന്നും കരയാതിരി. ഡാഡിക്ക് ഒന്നും പറ്റി കാണത്തില്ല. എടി, ആ കൊച്ചിനെ നീ വിഷമിപ്പിക്കായിരുന്നു. അത് എത്ര നേരം കൊണ്ടിരുന്ന് കരയുന്നതാണ്. എന്റെ ക്ലീറ്റൻ എന്താ പറ്റിട്ടുണ്ടമ്മ? ആരും അറിയാതെ എന്റെ ക്ലീറ്റൻ കൂടെ പോയി. എങ്ങോട്ട് പോയി? എടി, പഴം വാങ്ങിക്കാനല്ലേ പോയത് രാവിലെ? പോയ കടയിൽ പഴം കാണത്തില്ല, അടുത്ത കടയിൽ കയറി കാണും. അവന്റെ കൂട്ടുകാരെ ആരെങ്കിലും കണ്ടു കാണും, മിനിങ്ങി അടിച്ച് അവിടെ എങ്ങനെ ഇരിക്കുകയായിരിക്കും. ബോധം വീഴുമെങ്കിൽ പോരും. എന്റെ അടുത്തേ കണ്ട് വിടക്കുന്നത് കൊറേ ദിവസമായി അമ്മേ.
നീ ഒരുപാട് പഠിപ്പിക്കണ്ട. വന്നിട്ടുണ്ട്. വന്നാ നാളെ ആ കേറി വാ. എല്ലാ കാര്യമുണ്ടാ എവിടെന്ന് കിട്ടി എന്തോ പറ്റിയതാ എന്താ? എന്തോ പറ്റിയ എവിടെ പഴം വിഴുങ്ങിയതാ. പഴം വിഴുങ്ങിയത്. രാവിലെ ഇതിന്റെ അടുത്ത് പഴം വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിട്ട് പോയില്ലേ? ഇവൻ വെളിയിൽ പോയിരുന്നു. ഹംസയുടെ കടയിൽ പോയി. അവിടെ പഴമില്ല. വേറൊരു കടയിൽ പോയി. അവിടെയും പഴമില്ല. പഴം അന്വേഷിച്ച് അളിയൻ അങ്ങ് നടന്നു. ഒടുവിൽ പഴം അന്വേഷിച്ച് അളിയൻ മധുവിൻ്റെ കടയിൽ ചെന്നു. അവിടെ പഴം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് തിരക്കുണ്ടായിരുന്നു. പഴുത്തതാണോ പച്ചയാണോ എന്ന്. പച്ചയാണെന്ന് അളിയനും പഴുത്തതാണെന്ന് മധു. തർക്കം മൂത്തോ മധു പറഞ്ഞൊരു കാര്യം ചെയ്യും, പഴുത്താണോ പച്ചയാണെന്ന് പറഞ്ഞാൽ നീ ഒരെണ്ണം എടുത്ത് കഴിച്ചോ, പൈസ തരണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുക്കണ്ടെന്ന് കേട്ടതും അളിയനൊരെണ്ണം കമാന്നെടുത്തോളം വിഴുങ്ങി. പിന്നെ ശ്വാസം മേളിലോട്ടുമില്ല താഴോട്ടുമില്ല. ആളുകൂടി എടുത്ത് ആശുപത്രി കൊണ്ടു. ഇത്ര നേരം ആശുപത്രിയിൽ എന്ത് ചെയ്യും? അത്ര നേരം ആവശ്യമില്ലായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അളിയൻ്റെ പഴമൊക്കെ ഇറങ്ങിപ്പോയി. പക്ഷെ ആശുപത്രിക്കാർ വെറുതെ വിടില്ലല്ലോ. അവരങ്ങ് കാലിൻ്റെ നഖം മുതൽ തല വരെ സ്കാനിങ്, എക്സ്റേ, അളിയൻ്റെ രക്തം, കഫം, മലം, മൂത്രം എല്ലാം ചെക്ക് ചെയ്തു. ഇതെല്ലാം കൂടെ 12,350 രൂപ ആയിട്ടുണ്ട്. ആശുപത്രി കിട്ടിയതല്ലേ, ഊറ്റാവുന്നത് മൊത്തം അവർ ഊറ്റി കാണും. അവസാനം പഴം വിഴുങ്ങുന്ന ഒരു പേരുണ്ടോ? രാവിലെ വിശന്നിരിക്കുക, മൊത്തം കഴിയൊക്കെ കളഞ്ഞു. കഴിക്കാൻ വല്ലോണ്ടേ കൊടുക്കും. രാവിലെ ഉള്ളി വെപ്രാളത്തിൽ ഞാനൊന്നും ഉണ്ടാക്കിയില്ലടാ. പൊട്ടിപ്പുണ്ട്, അത് മതിയോ രാവിലെ ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു കാര്യം ചെയ്യ്. അവിടെ നിന്ന് മേടിച്ച പഴമുണ്ട്. എന്നാളിയാ Alien versus Alien.